യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ ഒന്നാന്തര ഒഴിവന്തിയല്ലേ? അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ച കാശിന്റെ കാര്യം എന്തായി? ഞാൻ പറഞ്ഞില്ലേ മോളെ, ഭയങ്കര ടൈറ്റാ. ഓരോ ദിവസവും തള്ളിക്കൊണ്ടു പോകുന്ന പാട് എനിക്കറിയാം. ചുമ്മാ ദാരിദ്ര്യം പറയാതെ മനുഷ്യ. 1500 കോടിയുടെ മുതലാ കൊത്തിയിരുന്ന ചിത്രം പറയുന്നത്. 1500 കോടിയുടെ കാര്യം നിന്നോടാര് പറഞ്ഞു? അത് കൊള്ളാം. കഴിഞ്ഞ ദിവസം വെള്ളം ഒടിച്ച് വിളിച്ചപ്പോ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? പിന്നല്ലാതെ. അതൊക്കെ പോട്ടെ, എന്റെ ഷെയർ എപ്പ കിട്ടും? നിന്റെ ഷെയറോ? പിന്നെ എനിക്ക് ഷെയർ ഇല്ലേ? താലി കെട്ടിയില്ലെങ്കിലും ഞാനും നിങ്ങളുടെ ഭാര്യയല്ലേ? അല്ല സിന്ധു, എനിക്കറിയാമല്ലാത്തോണ്ട് ചോദിക്കുക. നിന്റെ ഭർത്താവ് ആ മണഗുണാഞ്ചൻ വിനോദ് കുവൈറ്റ് കിടന്നുണ്ടാക്കുന്ന കാശൊക്കെ നീ എന്ത് ചെയ്യാ? ഓ, അയാളിപ്പോ എനിക്ക് കാശൊന്നും അയച്ചു തരുന്നില്ലെന്നേ. അതെങ്ങനെയാ തരുന്നത്? ഇവിടെ ഓരോ നാറികള് നമ്മളെ കുറിച്ച് വിളിച്ചു പറയുന്ന കഥകള് അത്രയ്ക്ക് മനോഹരമല്ലേ? നമ്മളെ പറ്റി ദേ അജേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നീ പറഞ്ഞു. നമ്മുടെ കാര്യത്തില് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? നിങ്ങളെ മൈഥിലി ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിക്കണം. എടി, നീ ചുമ്മാ നടപ്പുള്ള പോലെ കാര്യം പറ. നടപ്പുള്ള കാര്യം തന്നെയാ. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ എന്റെ ഭർത്താവിനെ വെറുപ്പിച്ചത്. അതിന് അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിക്കണം. എടി സിന്ധു, ഇത് പറയാനാണോ ഈ പാതിരാത്രി നീ എന്നെ വിളിച്ചു വരുത്തിയത്? അല്ല. പിന്നെ 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 അണ്ണനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഈ അടുത്ത് എവിടെ പോയി കിടക്കാ? റിങ്ങുണ്ടോ? ഏയ് ഇല്ലെന്നേ, ഔട്ട് ഓഫ് റേഞ്ചാ പറയണത്. ഇനി എന്ത് ചെയ്യും? അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അണ്ണൻ എങ്ങനെയെങ്കിലും ഇവിടെ വരുത്തണം. ഈ നേരത്ത് ഏതെന്ന് അറിയാം. പ്രദീപേ, പറയടാ. അണ്ണ, അവൻ അകത്തേറിയിട്ടുണ്ട്. അണ്ണൻ വേഗം വന്നേ, കൈയോടെ പൊക്കാന്ന്. ശരിയടാ, ഞാൻ ഇപ്പൊ എത്താം. സിന്ധുവേച്ചി, സിന്ധുവേച്ചി, വേറെ ആൾക്കാരോ? ചേച്ചി വാതിൽ തുറക്കാൻ. സിന്ധു, സിന്ധുവേച്ചി വാതിൽ തുറക്ക്. സിന്ധുവേച്ചി വാതിൽ തുറക്കാൻ. സിന്ധു, വാതിൽ തുറക്ക്. ചേച്ചി വാതിൽ തുറക്കാൻ. എടി, വാതിൽ തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. തുറക്കാൻ. സിന്ധുവേച്ചി വാതിൽ തുറക്കാൻ. തുറക്കുന്നോ അതോ ചവിട്ടി പൊളിക്കണോ? ചേച്ചി, സിന്ധുവേച്ചി, സിന്ധുവേച്ചി വാതിൽ തുറക്കാൻ. ചവിട്ടി പൊളിക്കടാ. ഇവിടെ റോഡ് പോലും ഇല്ലല്ലോ പൊളിക്കാൻ. ഇവിടെ ചാടാൻ ഒരു വാതിൽ പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ചേച്ചി വാതിൽ തുറക്കാൻ. എന്താ മോനെ പ്രശ്നം? സിന്ധു ചേച്ചിയുടെ വീട്ടിൽ ആരും ഉണ്ട്? ചേച്ചി, ചേച്ചി വാതിൽ തുറക്കാൻ. ചേച്ചി വാതിൽ തുറക്കാൻ. എന്തൊന്ന് പറയണി? വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? അജേട്ടാ എവിടെയെങ്കിലും കയറി ഒളിക്കേ. ഇവിടെ ഒളിക്കണമെന്ന് പറ. ചേച്ചി വാതിൽ തുറക്കാൻ. തുറക്കാൻ. വായിങ്ങോട്ട്. വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? തുറക്കാൻ. ഇതിപ്പോ എവിടെ ഒളിക്കും? ഇതിനുള്ളിലിരിക്കും. അവിടെ എങ്ങനെ കയറുന്നത്? ചേച്ചി വാതിൽ തുറക്കാൻ. തുറക്കാൻ. അജേട്ടാ ഒന്നുകൂടി ഇരുന്നേ.
ഞാൻ ഇപ്പൊ വരാം. ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ കഥക തുറന്നില്ലെങ്കിൽ പ്രശ്നമാവും. അയ്യോ ഒന്ന് മിണ്ടാതിരിക്കുക അജയേട്ടാ പ്ലീസ്. ഇപ്പൊ തുറന്നില്ലെങ്കിൽ അവർ ചവിട്ടി പൊളിക്കും. എന്റെ ദൈവമേ. അജയേട്ടാ ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. അജയേട്ടാ ഇതിന്റെ ഇടയിലേക്ക് ഒളിച്ചോ പ്ലീസ്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ചേച്ചി വാതിൽ തുറക്കാൻ. തുറക്കാൻ. ചവിട്ടി പൊളിക്കണം. എന്താ എന്താ എല്ലാവരും കൂടി? എന്താന്നറിയില്ലല്ലേ? നിങ്ങൾ അകത്തേറ്റ് ഒളിപ്പിച്ചവനെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഞാൻ ആരെ ഒളിപ്പിച്ചിട്ടില്ല. ചുമ്മാ നുണ പറയല്ലേ. ഞങ്ങൾ കണ്ടല്ലേ ഒരു തടിയൻ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇത് സ്ഥിരം പരിപാടിയാ. ഇതിനു മുമ്പ് ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. നിങ്ങക്ക് ചുമ്മാ തോന്നിയതാ. ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? വരണ്ട, കയറി നോക്കാം. മാറണം. നീ ഇങ്ങോട്ട് നില്ല. ഇവിടെ ഒരുത്തനെയും കാണുന്നില്ലല്ലേ. വാടാ, അവനെ നമുക്ക് പൊക്കാം. ഇവിടെ ആരുമില്ല. അവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. ആര് രക്ഷപ്പെട്ടു? അതിനിവിടെ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ചുമ്മാ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമൊന്നും അല്ല, ഞങ്ങൾ കണ്ടതാ. കണ്ട് നിന്റെയൊക്കെ വീട്ടിലായിരിക്കും. പോയി അവിടെ അന്വേഷിക്കടാ. നിങ്ങൾ കൂടുതൽ മിടിക്കാവല്ലേ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഇന്നവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അധികം സന്തോഷിക്കൊന്നും വേണ്ട. ഒരു ദിവസം അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും. വാടാ, വാടാ. അയ്യോ, ദേ ഒരുത്തൻ ഓടി വരണേ. ഓടി വായോ. അവിടെ നിൽക്കടി. ഓടി വായോ, ഓടി വായോ. ഇറങ്ങി വാടാ ഇവിടെ. ആഹാ, ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്നോ? ഇറങ്ങി വാടാ ഇവിടെ. ഇറങ്ങി വാടാ. അജയേട്ടാ, ഇല്ലേ, വിടടാ. ഒന്ന് ചെയ്യടാ, please. പറയടാ, ഒന്നും ചെയ്യരുത്. ഇല്ലടി, ഞങ്ങളൊരു ഉമ്മ കൊടുക്കാം. അയ്യോ. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ വീട്ടിലാണ് അവിഹിതം നടക്കുന്നത്. വിടടാ. അജയേട്ടാ, വീട്ടിലേക്ക് അനാവശ്യം കാണിച്ചല്ലോ. കാണിച്ച നീ എന്തിയോടി? മിണ്ടിപ്പോയത്. വിട്. അയ്യോ, അജയേട്ടാ, അജയേട്ടാ, വിടടാ. എന്നാലും എന്റെ ചേച്ചി, ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ളപ്പോ ഈ വരുത്തം വേണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങി